ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കഴിഞ്ഞ രണ്ടാഴ്ചയുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്നും ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയിലെ വാക്ക്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മൾ ഇന്ന് അതിന്റെ മറ്റൊരു ഭാഗമാണ് നോക്കുന്നത്. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇതെങ്ങനെയാണ്? ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോ യേശുവിന് എന്തായിരുന്നു ശുശ്രൂഷ, യേശു എങ്ങനെയാണോ ശുശ്രൂഷ ചെയ്തത് അത് അനുകരിക്കലാണ് നമ്മുടെയും ശുശ്രൂഷ. എന്തായിരുന്നു കർത്താവിന് ശുശ്രൂഷ? കർത്താവിന് ശുശ്രൂഷ എന്ന് പറയുന്നത് അനുസരണമായിരുന്നു ശുശ്രൂഷ. പിതാവിനെ അനുസരിക്കുക. നമ്മള് ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പല മാധ്യമങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ട്, മറ്റ് പല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികം ശുശ്രൂഷ ചെയ്യുവാനുള്ള മാധ്യമങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് കുറഞ്ഞു പോകുന്ന ഒരു കാര്യം അനുസരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ അതേപോലെ നിവർത്തിക്കുന്നതാണ് ശുശ്രൂഷ. നമുക്ക് യേശുവിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യങ്ങൾ. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഓക്കെ, യേശു പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ 33 വർഷത്തിൽ 3.5 വർഷ കാലത്തെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് കാണുന്നത്. പിന്നെ തന്റെ ശൈശവകാലത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കാലയളവിൽ യേശു സംസാരിച്ചത്, പിതാവ് എന്ത് സംസാരിക്കണം എന്ന് തന്നോട് പറഞ്ഞു, അതാണ് താൻ സംസാരിച്ചത്. നമ്മളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിന്റെ വേലയിലെ ഒരു പങ്ക് നിർവഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരായിരിക്കത്തില്ല, എങ്കിലും ദൈവത്തിന്റെ വേലയിലുള്ള ഒരു പങ്ക് നിങ്ങളും നിർവഹിക്കുന്നുണ്ട്. യേശു പറയുകയാണ്, ഞാൻ പറഞ്ഞ ഓരോ വാക്കും, ഞാൻ പ്രസംഗിച്ച ഓരോ സന്ദേശങ്ങളും, അതൊക്കെ എന്താണോ പിതാവ് എന്നോട് പറയാൻ പറഞ്ഞത് അതാണ്. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ, ഞാനൊരു ബൈബിൾ ടീച്ചറാണ്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശുശ്രൂഷയിൽ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ബൈബിൾ ടീച്ചിങ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ പറയുന്ന സന്ദേശങ്ങൾ ദൈവാത്മ നിയന്ത്രിതമാണോ? ചില സമയത്ത് ഒരു നല്ല തമാശ മനസ്സിൽ വരും, പറയാൻ വലിയ കൊതിയുണ്ട്, പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയും, നീ അതിവിടെ പറയുന്നത് എന്തിനാണ് നീ ഇത് പറയുന്നത്? തമാശ പറയുന്നതിൽ തെറ്റില്ല, പ്രത്യേകിച്ചും മെസ്സേജിന്റെ വേർഷനിൽ തമാശ പറയുന്നത് തെറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ തമാശ ജനങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കാനാണോ എന്നുള്ള ഒരു അന്വേഷണം വളരെയധികം ആവശ്യമാണ്. യേശു പറയുകയാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ ദൈവാത്മാവ് എന്നോട് എന്ത് പറയണം, പിതാവ് എന്നോട് എന്ത് പറയണമെന്ന് പറഞ്ഞത് ആണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലും ശുശ്രൂഷയിലും കുടുംബ ബന്ധങ്ങളിലും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംസാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരു ആന്റി എന്നോട് വന്ന് പറഞ്ഞു. ആന്റി കുറച്ച് സംസാരക്കാരിയാണ്, ഭർത്താവ് വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പോ എന്നോടൊരു പരാതിയായിട്ട് പറഞ്ഞു, അദ്ദേഹം അധികം സംസാരിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത്രയും കുറച്ച് പാപം ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് വാക്കിലാണ്. നമ്മുടെ നാവ്
നമ്മൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടതാണോ നമ്മൾ പറയുന്നത്? ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ പോയി. അപ്പോ എനിക്ക് പരിചയമുള്ളവരാണ് അവിടെ ഉള്ളത്. എന്നാൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു സഹോദരി ആ മീറ്റിൽ പങ്കെടുത്തു. അപ്പൊ ഞാന് വിശ്വാസികൾക്കുള്ള ഒരു മെസ്സേജ് തയ്യാറാക്കിയാണ് ചെന്നത്. അപ്പൊ ഈ സഹോദരിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, പുറമേയുള്ള നോട്ടത്തിൽ എനിക്ക് തോന്നി ആ സഹോദരി വിശ്വാസിയല്ല. അപ്പൊ വിശ്വാസി അല്ലാത്തൊരു സഹോദരി ഇരിക്കുന്ന ആ മീറ്റിംഗിൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഴത്തെ കുറിച്ചൊക്കെ എങ്ങനെയാ പ്രസംഗിക്കുന്നത്? അപ്പൊ എന്റെ ഉള്ളിൽ വലിയൊരു പ്രലോഭനം, പുതിയ വിശ്വാസികൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരാളോട് പറയേണ്ട സന്ദേശം പറയാനുള്ള വലിയൊരു പ്രലോഭനം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ശക്തമായിട്ട് പറയുകയാണ്, നീ ഒരുക്കി കൊണ്ടുവന്നത് തന്നെ നീ പറയുക. അപ്പൊ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ദൈവം പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചപ്പോൾ ആ സഹോദരി നല്ലൊരു വിശ്വാസി തന്നെയാണ്. യേശു തന്റെ വാക്കുകളൊക്കെ ദൈവത്തിൽ നിന്ന് കടം കൊണ്ടതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ നാവിൽ വസിച്ച് സംസാരിച്ചതാണ് ആ വാക്കുകളൊക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സംസാരത്തിൽ ക്ഷമ ചോദിക്കേണ്ടി വരുന്നത്? യേശു ഒരിക്കലും ക്ഷമ ചോദിച്ചില്ല. കാരണം യേശു സംസാരിക്കുന്നതിന് മുൻപ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആകുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ സംസാരിച്ചു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എന്റെ ട്രാൻസ്ലേഷനിലും ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഇങ്ങനെയാണ്. എന്നാൽ ആദ്യം വായിച്ച വാക്യം, അതായത് ബൈബിൾ സൊസൈറ്റിയുടെ ആ പഴയ ബൈബിളിൽ അങ്ങനെയല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നുമാണ്. എന്നാൽ എന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഞാൻ സ്വയം സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധി, കൽപ്പനയാണ്. അവിടെ എന്ത് പറയണമെന്ന് മാത്രമല്ല, എങ്ങനെ പറയണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പല പ്രശ്നങ്ങളും സംസാരത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ആ പറഞ്ഞ വാക്കിലല്ല, ആ പറഞ്ഞ വാക്കിന്റെ ടോണിലാണ്, ആ പറഞ്ഞ ആ രീതിയിലാണ്. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ പറഞ്ഞത് മാത്രമല്ല, അതെങ്ങനെ പറയണമെന്ന് പോലും പിതാവ് കൽപ്പന തന്നിരിക്കുന്നു. നമ്മളൊക്കെ എത്ര അകന്ന ഒരു അവസ്ഥയിലാണ്. എന്ത് പറയണം എന്നത് പോട്ടെ, എങ്ങനെ പറയണം. ആ പറയുന്ന കാര്യം ദൈവികമായിരിക്കും, നല്ലതായിരിക്കും, പക്ഷെ അതെങ്ങനെ പറയണം. അത്രമാത്രം പിതാവിന്റെ വിധേയത്വത്തിലായിരുന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് തന്റെ വാക്കുകളെ പോലും വിധേയപ്പെടുത്തിയ ഒരു യേശു. യേശുവിന് മിനിസ്ട്രി എന്തായിരുന്നു? അനുസരണമായിരുന്നു മിനിസ്ട്രി. നമ്മുടെ നാവിനെ കുറിച്ച് വളരെയധികം നാം ഒന്ന് ചിന്തിക്കണം. നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ പലപ്പോഴും ആത്മീയം കാണുന്നത് മറ്റ് പല സ്ഥലത്തുമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നമുക്ക് ഭക്തിക്ക് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുകയാണ്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. സംസാരത്തിൽ ഈ നാവിന് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിയന്ത്രിതമായ, അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടത്, അങ്ങനെയല്ല സംസാരിക്കുന്നതെങ്കിൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. യാക്കോബ് തന്നെ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും വളരെ വമ്പ് പറയുന്നു. നമ്മുടെ നാവിലൂടെ എത്ര വമ്പാണ് ഒഴുകിയിറങ്ങുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ സംസാരത്തിൽ ഒരു 10,000 വാക്കുണ്ടെന്ന് ചിന്തിക്കുക. ഈ 10,000 വാക്കിൽ എത്ര വമ്പ് കടന്നു വന്നു. യേശു പിതാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വാക്കുകളാണ് സംസാരിച്ചത്. യേശു പിതാവിനാൽ നിയന്ത്രിക്കപ്പെട്ട
രീതിയിലാണ് സംസാരിച്ചത്. എന്തായിരുന്നു യേശുവിന്റെ മിനിസ്ട്രി? അനുസരണം, ജസ്റ്റ് ഒബീഡിയൻസ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യം. അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. താഴ്ത്തു വായിക്കാം. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിൽ പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകണം? ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എങ്ങോട്ട് പോകണം? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പ്രത്യേകിച്ച് മിനിസ്ട്രി ഉള്ള ബന്ധത്തിൽ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ എങ്ങോട്ട് പോകണം എന്ന് ശിഷ്യന്മാരെങ്ങനെ തീരുമാനിച്ചത്? ശിഷ്യന്മാർ തീരുമാനിച്ചത്, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു, നിന്നെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം വന്നിരിക്കുന്നു, യേശുവിനെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം വന്നിരിക്കുന്നു. ആ ജനക്കൂട്ടത്തെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു പറയുന്നു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. പക്ഷെ യേശു പറഞ്ഞു, വന്നവരൊക്കെ അവിടെ നിന്നോട്ടെ, നമുക്ക് അടുത്ത ഊരിലേക്ക് പോകാം. കാര്യം എന്താ? രാവിലെ യേശു എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യേശു പ്രാർത്ഥിക്കുകയാണ്. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. ഏതിനായിട്ട്? അനുസരണത്തിനായിട്ട്. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. അമേരിക്കയിൽ പോകുന്നത് തെറ്റാണോ? ഗൾഫിൽ പോകുന്നത് തെറ്റാണോ? കാനഡയിൽ പോകുന്നത് തെറ്റാണോ? അല്ല. പക്ഷെ എവിടെയാ പ്രശ്നം ഉണ്ടാകുന്നത്? ആര് തീരുമാനിച്ചു? ആര് തീരുമാനിച്ചു? റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷബോധത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എന്റെ വാക്യമായിട്ട് വ്യത്യാസമുണ്ട്. ഒരു കാര്യം, മുകളിലത്തെ വാക്യം തുടർന്ന് വായിച്ചു വരാമോ? ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോൾ എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അവന്റെ പുത്രനെ. യെസ്, അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ റോമക്കാരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണാൻ വലിയ ആഗ്രഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പൗലോസ് ഒരു ടിക്കറ്റ് എടുക്കണം, ഒരു ഷിപ്പിനുള്ള ടിക്കറ്റ് എടുക്കണം, റോമിലേക്ക് പോകണം. ഇത്രയേ ഉള്ളൂ. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? പൗലോസ് പറയുന്നത്, വാക്ക് ശ്രദ്ധിക്കുക, ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും. എനിക്കിഷ്ടമുണ്ട് വരാൻ, പക്ഷെ ഞാൻ എനിക്കുള്ളവനല്ല. എന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്റെ സൗകര്യങ്ങളും എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുന്നതല്ല. എന്റെ പിതാവിന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴാണോ ദൈവത്തിന്റെ ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ദൈവത്തെ നിർബന്ധിക്കലും ബുദ്ധിമുട്ടിക്കലും അല്ല പ്രാർത്ഥന. ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ഇഷ്ടങ്ങളൊക്കെ വൈവിധ്യങ്ങളാണ്. ആ ഇഷ്ടങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് പ്രാർത്ഥന. അതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഒടുവിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം പൗലോസിനെ റോമിലേക്ക് അയച്ചു. പക്ഷേ കയ്യിൽ ചങ്ങല ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. തനിക്ക് ഇഷ്ടമുള്ള സമയത്ത്, തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാനുള്ളതല്ല മിനിസ്ട്രി. യേശുവിന് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് താനല്ല, പിതാവാണ്. പിതാവിന്റെ ഇഷ്ടത്തിന് ആമേൻ പറയുന്നതാണ് ശുശ്രൂഷ. ഇനി എപ്പോൾ പോകണം? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. ഇവിടെ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. അതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. യേശുവിന്റെ സഹോദരന്മാർ യേശുവിനോട് പറയാണ്,
നീ വളരെ മാജിക് ഒക്കെ കാണിക്കുന്ന ആളാണ്, നീ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവനാണ്. അപ്പോ നീ ഈ ഗ്രാമത്തിൽ കിടന്ന് ഇവിടെ കിടന്ന് ഈ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആര് കാണാനാണ്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ ഇപ്പൊ യെരുശലേമിലേക്ക് പോകും. അവിടെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, അവിടെ പെരുന്നാൾ നടക്കുകയാണ്. അപ്പൊ നീ ഇപ്പൊ പോയാൽ നിനക്ക് ഷൈൻ ചെയ്യാം. അപ്പൊ യേശു പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കുക, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ യെരുശലേമിൽ പോകേണ്ട സമയം, പിതാവ് നിശ്ചയിച്ച സമയം ആയിട്ടില്ല. പിന്നീട് യേശു പോകുന്നുണ്ട്, അതായിരുന്നു പിതാവിന്റെ സമയം. എന്നിട്ട് യേശു പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും സമയം തന്നെ. സമയങ്ങളൊക്കെ എപ്പോഴാ? അങ്ങനെയൊന്നുമില്ല, തോന്നുമ്പോ ചെയ്യും, തോന്നുമ്പോ പോകും. യേശുവിന് അങ്ങനെ ആയിരുന്നില്ല. എപ്പോൾ പോകണമെന്ന് പിതാവ് നിശ്ചയിച്ചോ ആ സമയത്തെ താൻ പോകൂ. വാട്ട് ഈസ് മിനിസ്ട്രി? എന്താണ് ശുശ്രൂഷ? അനുസരണം. ഇനി യേശു ആരെയാ തെരഞ്ഞെടുത്ത്? 3.5 വർഷം ഒരു വലിയ ശുശ്രൂഷ ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ആ ശുശ്രൂഷയുടെ തുടർച്ച പേറാനായി തെരഞ്ഞെടുക്കേണ്ട 12 പേരെ തെരഞ്ഞെടുത്തപ്പോൾ എങ്ങനെയാ തെരഞ്ഞെടുത്തത്? ആ കൂട്ടത്തിൽ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ സാധാരണ പറയുന്ന ആളല്ല, പക്ഷെ പറയണമെന്ന് തോന്നി. നമ്മുടെയൊക്കെ സഭയിൽ വളരെ വളരെ പ്രാകൃതമായ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സഭകളൊക്കെയാണ്. എനിക്കറിയില്ല നിങ്ങളൊക്കെ അങ്ങനെയുള്ള സഭയിലാണോ. അത് ദൈവികമല്ല, അത് ജൈവികമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവേത് അതിൽ നൊഞ്ഞിരിക്കുക. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ അങ്ങനെ ഒരു ശീലം രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ദോഷം ചെയ്യും. നിങ്ങളിൽ വാശിയും വൈരാഗ്യവും മത്സരവും, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. അതുകൊണ്ട് അതിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. ഇവിടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം എടുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. ഓക്കെ, യേശു തന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യം ചെയ്യുവാൻ ഒരുങ്ങുകയാണ്. അതിനു മുൻപ് ആ രാത്രി മുഴുവൻ താൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. യേശുവിന് എന്തായിരുന്നു പ്രാർത്ഥന? യേശുവിന് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റലല്ല, പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥന. നേരം വെളുത്തപ്പോൾ 12 പേരെ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ 12 പേരിൽ ഒരു യോഗ്യനാണ്, ഒരു ആത്മീകനാണ് എന്ന് പറയാൻ പറ്റുന്ന ആരാ ഉള്ളേ? പത്രോസിന്റെ കാര്യം നമുക്കറിയാം. അവസാനം യേശു ക്രൂശിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും യേശുവിനെ വിട്ടോടിയ ആളുകളാണ്. ആ കൂട്ടത്തിൽ ഒരാള് കള്ളനും കൂടെ ആയിരുന്നു. അപ്പോ ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിച്ച യേശുവിന്റെ തെരഞ്ഞെടുപ്പും പ്രാർത്ഥിക്കാത്ത നമ്മുടെ തെരഞ്ഞെടുപ്പുമുള്ള വ്യത്യാസം, പ്രാർത്ഥിച്ച യേശു ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കള്ളനായവൻ, ഒറ്റിക്കൊടുക്കുന്നവനെയും ഒരു പ്രതിസന്ധിയിൽ കൈവിട്ട് ഓടുന്നവനെ ഒക്കെ തെരഞ്ഞെടുത്തു. പ്രാർത്ഥിക്കാത്ത നമ്മളാണെങ്കിൽ വളരെ ബുദ്ധിയോടെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തും. പക്ഷെ വ്യത്യാസം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 16-ാം വാക്യം. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശു പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യഹൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിൽ നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ദാവീദിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചനം പറഞ്ഞിരുന്നു. എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കൊടുക്കുന്ന യൂദ ഉണ്ടാകണം. ഇതാണ് പ്രാർത്ഥിച്ച യേശുവിന്റെ തെരഞ്ഞെടുപ്പും പ്രാർത്ഥിക്കാത്ത നമ്മുടെ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം. നമ്മള് യൂദയെ ഒഴിവാക്കി തെരഞ്ഞെടുത്തേനെ. കാര്യം എന്താ? നമുക്കറിയാം, യൂദയെ തെരഞ്ഞെടുത്ത കമ്പനിക്ക് നഷ്ടമാണ്. യൂദ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. യൂദ നമുക്ക് നാണംകേടുണ്ടാക്കും. അങ്ങനെ എല്ലാവിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരാളെ നമ്മളെ തെരഞ്ഞെടുക്കത്തില്ല.
പക്ഷെ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് തന്റെ ഇഷ്ടങ്ങൾക്കോ പൊതു താല്പര്യങ്ങൾക്കോ വിരോധമായി, തന്റെ താല്പര്യം എന്ന് ഞാൻ പറയുന്നത് പൊതുവെ വിരോധമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ഒരു പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യാൻ വേണ്ടി ഒരാളുടെ കൈ കൊടുത്തായിരുന്നെങ്കിൽ അയാൾ പറഞ്ഞത് ഇത്ര വിഡ്ഢിത്തരമാണോ കാണിച്ചത്, ഇത്ര മോശമായ ഒരു തെരഞ്ഞെടുപ്പാണോ നടത്തിയത്? പക്ഷെ എന്ത് സംഭവിച്ചു? പിതാവിന്റെ ഇഷ്ടം ദാവീദിലൂടെ പ്രവചിച്ച പ്രവചനം അതിലൂടെ തെരഞ്ഞെടുക്കാനിടയായി തീർന്നു. അപ്പൊ തന്റെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? തന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നില്ല, പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. വാട്ട് ഈസ് മിനിസ്ട്രി? ഞാന് 86 രക്ഷിക്കപ്പെട്ടു. ഏകദേശം 86 മുതൽ ഞാൻ ദൈവത്തിന്റെ വേലയിലാണ്. എന്റെ ജീവിതത്തിലും മറ്റനേക ദൈവദാസന്മാരുടെ ദൈവവേലയിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ട ഒരു സ്ട്രഗിള്, ഒരു പ്രശ്നം ഈ അനുസരണക്കേടാണ്. പൂർണ്ണമായി ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവത്തെ അനുസരിക്കാൻ കഴിയാതെ പോകുന്നത്. എവിടെ പോകണം, എപ്പോൾ പോകണം, എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ പറയുമ്പോ നമുക്ക് വിഷമം തോന്നും. പിന്നെ ഞാനെന്താ? ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ? ഞാനില്ലാതായി പോകുന്നു, ഞാൻ ഉരുകിപ്പോകുന്നു. ഒരിക്കൽ ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേല് ശൗലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അനുസരിക്കുന്നതല്ലേ യാഗത്തെക്കാൾ നല്ലത്, ശ്രദ്ധിക്കുന്നതല്ലേ മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. ആരാധനയും ശുശ്രൂഷയും ഉണ്ടാകേണ്ടത് അനുസരണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അനുസരണമാണ് ശുശ്രൂഷ. പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ആഗ്രഹമാണ്, അതൊരു ഏൽപ്പിച്ചു കൊടുക്കലാണ്, അത് അംഗീകരിക്കലാണ്. നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. വേണമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം, വേണ്ട എങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴങ്ങളും ദൈവത്തിന്റെ മഹത്വവും ഓരോ അനുസരണത്തോടുള്ള ബന്ധത്തിലാണ് ദൈവം അല്പാൽപമായി വെളിപ്പെടുത്തി തരുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കും. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് മുഴുവൻ അടുത്തിരിക്കുന്നു. ഓക്കെ, അടുത്ത വാക്യം കൂടി വായിക്കാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ഓക്കെ, നമുക്കറിയാം ബൈബിള് ഒറിജിനലായിട്ട് എഴുതിയ സമയത്ത് അധ്യായങ്ങളായിട്ടുള്ള വേർതിരിവുകളോ വാക്യങ്ങളായിട്ടുള്ള വേർതിരിവുകളോ ഇല്ലായിരുന്നു. പിന്നീട് നമുക്ക് അത് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അത് ആദ്യം വാക്യങ്ങളായിട്ടാണ് തിരിച്ചത്, അധ്യായങ്ങളായിട്ടല്ല. പിന്നീട് അധ്യായങ്ങളായി തിരിച്ചു. അപ്പൊ ഇതിന്റെ ഈ വാക്യത്തിന്റെ വേർതിരിവുകള് എല്ലാം 100% അങ്ങനെ തന്നെ ആകണമെന്നില്ല. പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വാക്യത്തെ ഇങ്ങനെ മുറിക്കുന്ന രീതിയും ദൈവികമല്ല. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഒരാശയം, ഇഷ്ടമുള്ള ഒരാശയം പറയാനും അത് പഠിപ്പിക്കാനുമായിട്ട് ഒരു വാക്യത്തെ ഇങ്ങനെ മുറിക്കുന്നതും ശരിയല്ല. പിന്നെ ഇവിടെ ഞാനൊരു വാക്യം മുറിക്കുകയാണ്, അതിന്റെ കാര്യം പറയാം. ഇവിടെ നമ്മൾ വായിച്ച 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു. അത് 5-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. 6-ാമത്തെ വാക്യം പറയുന്നത് ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. ഞാൻ ആ 5-ാമത്തെ വാക്യം മുറിച്ചിട്ട് 6-ാമത്തെ വാക്യം ആ 5-ാമത്തെ വാക്യത്തിന്റെ പകുതിയിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇങ്ങനെ വരും: കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം, വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ വരവ് സമീപിക്കും തോറും മനുഷ്യന്റെ വിചാരം വർദ്ധിക്കും, ഉത്കണ്ഠ വർദ്ധിക്കും. ഒരു 50 വയസ്സിന് മുകളിലുള്ള ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, നിങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ
ഒരു കുഞ്ഞ് ജനിച്ചാൽ അന്നത്തെ മാതാപിതാക്കളുടെ വിചാരം അല്ല ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളായിരുന്നു, അയ്യോ അവന് വല്ല രോഗം വരും. അതാണ് അവരുടെ ചിന്ത. അത്രയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അവനിപ്പോ വല്ല രോഗം വരൂ, രോഗം വരാതെ സൂക്ഷിക്കണം, വീട് കാലൊടിയാതെ സൂക്ഷിക്കണം. ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ അവന് രോഗം വരുമോ എന്നുള്ളതാണോ വിചാരം? അല്ല. അവനെ ഞാൻ ഏത് സ്കൂളിൽ വിടണം? കൊച്ചു ജനിച്ചിട്ടേ ഉള്ളൂ. എനിക്കറിയത്തില്ല കൊച്ചു ജനിക്കുമ്പോഴേ അഡ്മിഷൻ മേടിക്കുന്ന രീതി എറണാകുളത്തൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടാകുമായിരിക്കും. കൊച്ചു ജനിച്ചപ്പോൾ സാധാരണ നമ്മള് ആ ജനിച്ച കൊച്ചിന് ഉടുപ്പ് മേടിക്കാൻ വേണ്ടി പോകും. ഇത് അപ്പൻ സ്കൂളിലേക്ക് പോവാണ് അഡ്മിഷന് വേണ്ടി. യെസ്, ഏത് ലെവലിലേക്ക് പോയി. പിന്നെ കുറച്ചും കൂടെ വിചാരത്തിൽ ഉയർന്ന തലത്തിലുള്ള ആളുകളാണെങ്കിൽ വിചാരപ്പെടുന്നത് കൊച്ചിന്റെ കല്യാണത്തെ കുറിച്ചാണ്. 22 25 വർഷം അപ്പുറം നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് വലിയ വിചാരമാണ്. കർത്താവിന്റെ വരവടുക്കും തോറും മനുഷ്യന്റെ വിചാരം വർദ്ധിക്കും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 34 വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളിൻ. അവിടെ പറയുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് ആ അധ്യായത്തിൽ പറഞ്ഞത്. ലൂക്കോസ് 21 അധ്യായം കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പറയുകയാണ്, അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും, വറീസ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിലെ വിചാരങ്ങൾ, അത് വന്നിട്ട് ആ ദിവസം ഒരു കെണി പോലെ വരും. അപ്പൊ ഈ അന്ത്യകാലത്ത് വിചാരം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രാർത്ഥനകളൊക്കെ വിചാരം ബേസ്ഡ്, വറി ബേസ്ഡ് പ്രയർ ആയിട്ട് മാറിയിരിക്കുന്നത്. വറി വരുമ്പോൾ പ്രാർത്ഥന കൂടും, വറി പോകുമ്പോൾ പ്രാർത്ഥന കുറയും. കൊച്ചിന്റെ പരീക്ഷ എടുക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും, പരീക്ഷ കഴിയുമ്പോൾ എല്ലാം തീർന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് ചോദിച്ചില്ലേ, വിചാരപ്പെട്ടോ? അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ. കർത്താവ് പറഞ്ഞെന്താണ്? നിനക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വിചാരപ്പെട്ടത് കൊണ്ട് നിന്റെ തലയിലെ രോമം കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ കഴിയുമോ? പിന്നെന്തിനാ വിചാരപ്പെട്ടിട്ട്? പിന്നെന്താ ചെയ്യേണ്ടത്? വിചാരപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? വിചാരം നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും അത് അവോയ്ഡ് ചെയ്തിട്ടാ പറയുന്നത്. എന്താ പറഞ്ഞത്? വിചാരപ്പെടരുത്. അതൊരു കൽപ്പനയാണ്. അത് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും കർത്താവും തന്റെ അപ്പോസ്തലന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. അത് പറഞ്ഞിട്ട് പറയുകയാണ്, നമ്മൾ മനുഷ്യരല്ലേ, വിചാരപ്പെട്ടു പോകാം. നമ്മൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, വേദപുസ്തകം പറഞ്ഞിട്ടില്ലേ, വിചാരങ്ങളൊക്കെ ദൈവത്തോട് അറിയിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന വിചാര പ്രാർത്ഥനയായിട്ട് മാറുന്നത്. അങ്ങനെയല്ല ഇത്. വിചാരപ്പെടരുത്. പിന്നെ നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് വിചാരപ്പെട്ടു പോകാം. അങ്ങനെ വരുന്ന വിചാരങ്ങൾ, വറീസ്, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അറിയിക്കണം, സ്തോത്രത്തോടെ അറിയിക്കണം. അതൊന്നും ഞാനിപ്പോ വിശദമായിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ്, നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നമുക്ക് തരും. അതാണ് നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് കള്ള പ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കളും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ വേദപുസ്തകം എന്താ പറയുന്നത്? 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. അപ്പൊ ദൈവം എന്ത് ചെയ്യും? അതൊക്കെ നിറവേറ്റിത്തരും എന്നല്ല പറഞ്ഞത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം തരും. എപ്പോഴാണ് ഈ സമാധാനം പോയത്?
സമാധാനം തന്നിട്ടാണ് കർത്താവ് പോയത്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അപ്പൊ സമാധാനം തന്നു, ഓൾറെഡി നമ്മുടെ കിട്ടി. പക്ഷെ എവിടെ പോയി? കൊച്ച് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ സമാധാനം പോയി, +2 കഴിഞ്ഞപ്പോ സമാധാനം പോയി, കല്യാണപ്രായമായപ്പോ സമാധാനം പോയി, ജോലിയുടെ വിഷയം വന്നപ്പോൾ സമാധാനം പോയി. എപ്പോഴാണോ വിചാരം വന്നത് അപ്പോൾ സമാധാനം പോയി. എന്തിനെ കുറിച്ച് പറയുമ്പോഴാണ് പൗലോസ് ഇത് പറയുന്നതെന്ന് അറിയാമോ? 4ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4:4, ഫിലിപ്പിയർ 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ പറയുന്നു. ആ ലാംഗ്വേജ് ഇങ്ങനെയാണ്, കർത്താവിൽ ഒന്ന് സന്തോഷിക്കാമോ? ഞാൻ പിന്നെ നിങ്ങളോട് പറയുകയാണ്, സന്തോഷിക്ക്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് കർത്താവിലുള്ള സന്തോഷം. ആ സന്തോഷമൊക്കെ പോയി, വറിയായി, സമാധാനമില്ല. ഇപ്പോൾ വിചാരം വന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആവശ്യം എന്താണെന്ന് ദൈവത്തിന് അറിയാം. എന്താണ് ആവശ്യം? എന്റെ ആവശ്യമല്ല ആവശ്യം, മറിച്ച് ആ സമാധാനം നഷ്ടപ്പെട്ടു പോയി, അത് റെസ്റ്റോർ ചെയ്യണം. ദൈവം സർവശക്തനാണ്. എന്റെ വിചാരത്തിന്റെ മുകളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന മറുപടി, ഒന്നാമത്തെ മറുപടി, എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, ആ സമാധാനം റെസ്റ്റോർ ചെയ്യുന്നു. ഈ സമാധാനത്തിനൊരു ഫംഗ്ഷനുണ്ട്. അതെന്താണ്? അത് അവിടെ പറയുന്നത്, ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തേശുവിൽ സംരക്ഷിക്കും. വിചാരം വന്നു കഴിയുമ്പോൾ, സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, പിന്നെ എന്നെ കൺട്രോൾ ചെയ്യുന്ന എന്റെ ചിന്തകളാണ് എന്നോട് പറയുന്നത്, നിന്റെ കുഞ്ഞിന് ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്നുവെന്ന് ദൈവമല്ല പറയുന്നത്. ഒരു പെൺകുട്ടി തനിച്ച് സുവിശേഷവുമായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ നീ കൊല്ലപ്പെടുമെന്ന് പറയുന്നത് ദൈവമല്ല. എന്റെ ഭയമാണ്, എന്റെ മനസ്സാണ്. എനിക്ക് കാറില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഈ കാർ മേടിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കൊരു കാറുണ്ട്, പക്ഷേ കാറില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മാസം 20,000 രൂപ തിരിച്ചടവ് കൊടുക്കേണ്ട ലോൺ എടുത്തിട്ട് എനിക്ക് ആകെ 10,000 ശമ്പളമുള്ളൂ, എന്നിട്ട് കടം കയറി ഉണ്ടാകുന്ന ദുരിതങ്ങൾ വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും ധാരാളമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടിയാലേ എന്റെ ജീവിതം ശരിയാകൂ എന്ന് എന്നെ ഭയപ്പെടുത്തുന്ന എന്റെ നിലവിട്ട ചിന്തകളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ ഉണ്ടായത്? സമാധാനം നഷ്ടപ്പെട്ടു പോയി. അതാണ് ദൈവം റെസ്റ്റോർ ചെയ്യുന്നത്. ആർക്ക്? എന്റെ ഒരു വിചാരം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ ഹിതം പോലെ ആയിക്കൊള്ളൂ എന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല ഇസ്രായേൽ മക്കളെ പോലെ പിടിച്ചു വെച്ച് എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്ക് തന്നേ തീരൂ എന്ന് ബഹളം വെക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ആരുടെ കഥയാണ് ദുഃഖപര്യവസാനിയായത്? ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സമയം എന്ന് പറയുന്നത് ശവമടക്കേ അല്ല. നമ്മളെ വഞ്ചിച്ചു, ഒരു നല്ല യാത്രയിൽ കൊടുക്കണം എന്നൊക്കെ പറയുന്ന കേൾക്കാനെ കൊള്ളാം. അനേക ഭക്തന്മാർ, പട്ടിയെ പോലെ കുഴിച്ചിടപ്പെട്ട അനേക ഭക്തന്മാരുണ്ട്. ശവമടക്ക് കൊടുക്കാനുള്ള സൗകര്യം നമുക്കുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊന്നും വിഷയമൊന്നുമല്ല, അതൊന്നും നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ജീവിതത്തിന്റെ അവസാനം പറയാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ശവമടക്കിന്റെ സമയത്ത് നാട്ടുകാർ പറയുന്ന കള്ളക്കഥയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ചില ആളുകൾ മരിക്കുമ്പോൾ ആ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓർക്കും, ദൈവമേ എന്നെ കൊണ്ടൊന്ന് പറയാൻ ഇടവരലെ കർത്താവേ, കാരണം പറയാൻ ഒന്നുമില്ല. അതൊന്നും അല്ല കാര്യം അവസാനം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നത്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
യേശു പറഞ്ഞ വാക്ക് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്നത് അത് ഒരുപാടുണ്ടോ കുറച്ചുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. അത് മാന്യത കിട്ടുന്നതാണോ മാന്യത കിട്ടാത്തതാണോ എന്ന് വിഷയമല്ല. അത് കേരളത്തിലാണോ വടക്കേന്ത്യയിലാണോ ഒന്നും വിഷയമല്ല. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു, നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കുറച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ചില ദൈവദാസന്മാര് അനേക വർഷങ്ങളായിട്ട് വടക്കേന്ത്യ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ഇങ്ങനെ വളരെ അടുത്ത് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ഹൃദയം ഒരു തുറക്കും. അപ്പൊ ചിലവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നും. എന്തൊക്കെയോ ചെയ്തു, എന്താ ചെയ്തെന്ന് വെച്ചാൽ അറിയില്ല. വലിയ ദുഃഖകരമാണ്. തോന്നിയതൊക്കെ ചെയ്തു. അവിടെ പോകാൻ തോന്നി അവിടെ പോയി, ഇവിടെ പോകാൻ തോന്നി ഇവിടെ പോയി, അത് പറയാൻ തോന്നി അത് പറഞ്ഞു, ഇത് പറയാൻ തോന്നി ഇത് പറഞ്ഞു. ഇങ്ങനെ ജീവിതം ഒരു ഓട്ടമായിരുന്നു. പക്ഷെ അവസാനം വലിയ നിരാശ. ഇവിടെ കർത്താവ് പറഞ്ഞു, പിതാവേ, നീ തന്നത് ഞാൻ തികച്ചു. ഞാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചത്. എന്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരുന്നു. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണമേ. എന്റെ സംസാരത്തിൽ അതുണ്ടായിരുന്നു. നീ തരാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാക്കുകൾ മാത്രമല്ല, ടോൺ പോലും, പറയുന്ന ആ പ്രത്യേക രീതി പോലും നിന്റേതാണ്. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ഞാനല്ല തീരുമാനിച്ചത്. എന്റെ ശിഷ്യന്മാരെ ആരെ തെരഞ്ഞെടുക്കണമെന്ന് ഞാനല്ല തീരുമാനിച്ചത്. പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ ഒടുവിൽ പറയുന്ന വാക്കാണ്, നീ തന്നത് ഞാൻ നിവർത്തിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ ഒരു യാത്രികരാണ്. 60, 70, 80 ഒക്കെയുള്ളൂ ഈ യാത്ര. യഥാർത്ഥ ജീവിതം വരാനുള്ളതാണ്. നാം ഈ ലോകത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കാം. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളത് പറയാം, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. എന്നാൽ ഒരു വിശ്വാസിയെ ദൈവം വിലയ്ക്ക് വാങ്ങിച്ചത് അവനു വേണ്ടി ജീവിക്കാനല്ല, അവനിലൂടെ തനിക്ക് ജീവിക്കാനാണ്. ഞാൻ എനിക്കുള്ളവനല്ല, നാം നമുക്കുള്ളവരല്ല. നാം ദൈവത്തിന് വിറ്റുകളഞ്ഞവരാണ്. ദൈവം നമ്മിൽ ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ അവസാനമാണ് ഏറ്റവും മനോഹരം. അനുസരണത്തിന്റെ ഓട്ടം, അനുസരണത്തിന്റെ അവസാനം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രാർത്ഥന നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ശുശ്രൂഷ നമുക്കൊന്ന് പരിശോധിക്കാം. യേശുവിനെ പോലെ പിതാവിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ നമ്മുടേത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അതിനായി സമർപ്പിക്കാനും നമുക്ക് കഴിയുമോ? ഞാൻ വാക്കുകളെ ചുരുക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം കേട്ട നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ആധിപത്യം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരായി നമ്മൾ തീരട്ടെ. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സമർപ്പണത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.